നമസ്കാരം. ഞാൻ ജിനീഷ് ശാന്തി യോഗ. നമ്മളെ എല്ലാവർക്കും യോഗ പരിശീലനത്തെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്നിവിടെ 2024 അവസാനിക്കുന്ന ഏതാനും രാവുകൾ മാത്രമാണ്. ഈ ഒരു കുറഞ്ഞ മണിക്കൂറിൽ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രിയങ്കരായ നമ്മളെ യോഗ ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, യോഗ ദിവസേന എല്ലാവരും പരിശീലിക്കുന്നുണ്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനോഭാവം ചിലർക്ക് കൈവിട്ടു പോകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവരെ ഒന്നും കൂടെ കൂടുതലായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് ദിവസവും ഇത് വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ സിമ്പിളായിട്ട് പരിശീലനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ നമ്മൾ യോഗ പരിശീലിക്കുന്നവരായതുകൊണ്ട് കാല് മടക്കി ഇരിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. വജ്രാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കാൻ സാധിക്കട്ടെ. കൈകൾ പ്രയർ പോസിൽ കൊണ്ടുവന്ന് കണ്ണുകൾ അടച്ചു മനസ്സിന്റെ ശാന്തത നമ്മളൊന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. നമ്മളുള്ളിലുള്ള സാധാരണ ശ്വാസത്തെ നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കുക. ബോധപൂർവം നമ്മുടെ ശ്വാസത്തിന്റെ താളം നമ്മളൊന്ന് ആസ്വദിക്കൂ. ഈ വേളയിൽ നിങ്ങളുടെ മുഖം പ്രസന്നമായിരിക്കുകയും മനസ്സിന്റെ ശാന്തത നിങ്ങളുടെ ശ്രവണശക്തി കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുകയുമാവട്ടെ. ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് ഗുഡ് സ്മൈൽ. യോഗ അവരുടെ ആചാരത്തിനനുസരിച്ച പ്രാർത്ഥനയിലേക്ക് നമ്മളൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ പ്രാർത്ഥനയിലേക്ക് വരാം. അതിനുശേഷം കൈകൾ നല്ലോണം ഒന്ന് റബ്ബിങ് കൊടുത്തു കൈകൾ നല്ലോണം ഒന്ന് ചൂടാക്കി കൈയുടെ ഉള്ളനടി പാം നമ്മൾ ഒന്ന് കണ്ണിന്റെ മുകളിൽ ടച്ചായ രീതിയിരിക്കുന്ന രീതിയിൽ പതുക്കെ ഒന്ന് അമർത്തി ഒരു ദീർഘശ്വാസം അയക്കുക. അതിനുശേഷം കൈകൾ തുറന്ന് ഒരു പുഞ്ചിരിയോടുകൂടി മനസ്സിൽ നല്ല ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ കോർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്വാസം നല്ല കുളിർമയും ആശ്വാസവും നൽകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പതിയെ ഒന്ന് നമസ്കരിക്കുക. അവിടുന്ന് കൈകൾ ഉയർത്തി വീണ്ടും ശ്വാസത്തിന്റെ ദീർഘമായി ആ ഒരു സുഖകരമായ നിലയിൽ ശ്വാസം അയച്ചുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരും. അപ്പൊ കണ്ണുകൾ തുറന്ന് നമ്മൾ പ്രസന്റ് മൈൻഡിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം നിങ്ങൾ ആ ഇരു തോളുകളുടെയും ചലനം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള, കഴിഞ്ഞ വർഷം നമ്മളൊരു 10 മിനിറ്റ് വീഡിയോ അയച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അതേ സിലബസ് ചെറിയൊരു മാറ്റം വരുത്തി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിനുള്ള അയവാണ് നമ്മൾ കണ്ടോ, ഹിപ്പ് ഷോൾഡർ മൊബിലിറ്റി എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആ തോളുകളുടെ മുന്നോട്ടേക്കും പിന്നിലേക്കുമുള്ള ചലനം ആസ്വദിക്കൂ. കണ്ടോ, വളരെ ആയാസത്തിൽ. അതിനുശേഷം നമ്മൾ ഇരു കൈകളുടെയും നോക്കൂ, റിസ്റ്റ് മുന്നോട്ട് നിവർത്തി പിടിച്ചു. റിസ്റ്റ് നല്ല കൈ നമ്മൾ നിരീക്ഷിക്കും, നമ്മളെ കൈയുടെ ആ ജോയിന്റ്സിലേക്ക് മാത്രം. ഇത് സാവകാശവും അല്ലെങ്കിൽ താളത്തിലും ആവാം, ഒന്നും കുഴപ്പമില്ല. പിന്നെ ആ മുഷ്ടി ചുരുട്ടി പിടിച്ചൊന്ന് ഇരു കൈകളൊന്ന് ചുരുട്ടി കണ്ടോ, വളരെ ലളിതമായിട്ട്. അത് കഴിഞ്ഞ് ആ കൈകൾ തുറന്ന് കണ്ടോ, നല്ല ഭംഗിയിൽ തുറന്നിട്ട് കണ്ടോ, സോക്കറ്റ്. ഇത് വളരെ പ്രധാനമായ ഒരു സിലബസ് ആണ്. കാരണം ഈ ജോയിന്റ്സിന് നമ്മളൊരു സിമ്പിൾ തെറാപ്പി കണ്ടോ, അതിങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് കൊടുത്തു കേട്ടോ, 2, 3, 4 തവണ. പിന്നെ കഴുത്തിന്റെ ചലനം, അത് ഇടതുനിന്നും വലതുവശത്തേക്കും വലതുനിന്നും ഇടതുവശത്തേക്കും കൊടുത്തു കേട്ടോ. ഇത് നിങ്ങളൊരു 4 പ്രാവശ്യം ഒരേ ലെവലിലേക്കും. അത് കഴിഞ്ഞ് തല ഉയർത്തി മുകളിലേക്ക്. അവിടെ ചെസ്റ്റിന്റെ നോക്കൂ, പൂർണ്ണമായും ചെസ്റ്റിലേക്ക് ബ്രീത്ത് കൊണ്ടുവന്നു പതുക്കെ വരുമ്പോൾ നമുക്ക് എക്സീൽ ചെയ്യുമ്പോൾ സ്റ്റൊമക് കോൺട്രാക്ട് ഭാഗം, പക്ഷെ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത് ഉണ്ടോ, ഇവിടെ എക്സേൽ. ഇത് ഈ ഒരു താളത്തിലാണ്, സ്പീഡല്ല. ചിലർ ഇങ്ങനെ, അതൊന്നും പാടില്ല. ശരീരത്തിന് എവിടെയും നിങ്ങൾ യാതൊരു വൈബ്രേഷനും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ആ കൈ ഉയർത്തി വീണ്ടും ഒരു ബ്രീത്ത് എടുത്ത് കണ്ടോ, റിലീസ് കൊടുത്തു. ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ കാലിന് അടിഭാഗത്തിന് വേദന തുടങ്ങും. അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി കാറ്റ് പോസിലേക്ക് മാറും. ഈ കാറ്റ് പോസ് നിൽക്കുന്നതുണ്ടോ, ടേബിൾ ടോപ്പ് ആണ്. കൈകൾക്കും കാലുകൾക്കും ഒരേ ചലനം.
ഇവിടെ നോക്കൂ, ഒരേ വെയിറ്റ് ബാലൻസ് കൊടുക്കുക. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ആ കഴുത്ത് ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുവാനും പതുക്കെ നോക്കൂ സ്റ്റൊമക്ക് ഉള്ളിലേക്ക് ചുരുക്കി റാ മാതിരി ആ സ്പൈൻ കണ്ടോ. അതാണ് ഈ പൂച്ചയുടെ കാറ്റ് പോസ് എന്ന് പറയുന്നതിനാണ് മാർജാരാഷ്ട്രം തന്നെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ മുന്നോട്ട് വരുമ്പോ ചിലരുടെ കൈവിട്ട് വളയാൻ സാധ്യതയുണ്ട്. അത് വളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അങ്ങനെ പതുക്കെ കണ്ടേ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇടുപ്പിന്റെ ഭാഗത്തൊന്നും നട്ടലിന്റെ ഭാഗത്തൊന്നും നെഞ്ചും കൂടി നല്ല അയവ് ലഭിക്കുന്നതായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. വളരെ ഈസി അല്ലേ. ഇത് നിങ്ങളൊരു 4 പ്രാവശ്യം 5 പ്രാവശ്യം പതുക്കെ ഒന്ന് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ ഒരു വി ഷേപ്പ് ഒന്ന് പോയി ബോഡി ഒരു റിലീസ് കൊടുക്കുക ഇങ്ങനെ കേട്ടോ പതുക്കെ. അവിടെ വീണ്ടും നമ്മൾ കാറ്റ് പോസിൽ വന്നു. നമ്മൾ എഴുന്നേറ്റ് മുട്ട് വേദന എല്ലാവരും ഇത് അധികം ശ്രമിക്കരുത്. കൈ ഒന്ന് കണ്ടോ ഹിപ്പ് ഇങ്ങനെ ഉയർത്തി സിമ്പിൾ ആയിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോർമലി ഹിപ്പ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്ത് പിടിക്കാം എന്താ. അവിടുന്ന് കഴുത്തിന്റെ ഭാഗം പതുക്കിലേക്ക് ഒരു ബാലൻസ് കൊടുത്തു നോക്കും. റിലീസ്. സ്പോൺലൈറ്റസ് ഉള്ളവരാണ് ഇത് വിട്ടേക്ക് ഒഴിവാക്കിയേക്കാം. അങ്ങനെ ഓരോന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് അവരിത് ഓവർ സ്ട്രെയിൻ സിമ്പിൾ ആയിട്ടുണ്ടോ ഈസി ഉണ്ടോ. അപ്പൊ ഈ ഭാഗത്തൊക്കെ നല്ലൊരു വലിവും വലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ആ ഒരു സമ്മർദ്ദം കണ്ടോ. ഈ വളരെ സിമ്പിൾ ആയി അല്ലെ. വീണ്ടും നമ്മൾ പതുക്കെ നമ്മൾ മുട്ടുകുത്തിയിരുന്ന് ശ്വാസം എടുത്ത് ശശങ്കാസനം എന്ന് പറയാം. പതുക്കെ കൈ മുന്നോട്ട് കൊണ്ടുപോകുന്നു കണ്ടോ. ഇവിടെ ഇത് 3 or 4 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. അവിടെ ഉണ്ടോ പതുക്കെ എങ്ങനെ. ഇത് 2 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടാണ് റിലീസ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് നമ്മൾ നേരെ മാറി. കാരണം മുട്ടിന് കുറച്ചധികം സ്ട്രെയിൻ തോന്നിയത് കഴിഞ്ഞാൽ ആ മുട്ടിന്റെ ഭാഗത്ത് ഒരു മസാജ് കൊടുത്ത് കാലുകൾ അയവ് കൊടുത്ത് നല്ലോണം ലൂസൻ ചെയ്യാം. നാഡികൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ടോ. എന്നിട്ട് കാലിന്റെ വിരലുകൾ ശ്രദ്ധിച്ച് ആ വിരലിന് മസാജ് കൊടുക്കുക. കാൽ വിരലിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. വിരലിങ്ങനെ കൈവിരൽ മടങ്ങുന്നവര് അപ്പൊ കൈവിരലും കൂടെ ചേർത്തി ഒരു 10 or 20 പ്രാവശ്യം, എത്ര കൂടിയാലും കുറയരുത്. ആ പാദങ്ങൾ തമ്മിലുള്ള ആയാസം ആസ്വദിക്കുക. കുഴ ആംഗിളിന്റെ ഭാഗം ഇത് സാധാരണ നോർമൽ സിലബസ് കണ്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ കാലിന്റെ അടിഭാഗത്തൊരു മസാജ് കൊടുത്താൽ ഒരു തൊട്ടും കുറവ് വരുത്തൊന്നും വേണ്ട കണ്ടോ. കാലിന്റെ അടിഭാഗത്തൊരു മസാജ് കൊടുത്തു. അതിങ്ങോട്ട് ചേർത്ത് വെക്കുമ്പോ ഒരു സ്ട്രെച്ചിങ്, ഇരുത്തത്തിനൊക്കെ ഒരു ആയാസം കിട്ടും. ഇരുത്തം പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ഇരുന്നു കൊണ്ട് നല്ല ആത്മസംതൃപ്തി ഉണ്ടാവും കണ്ടോ. വളരെ ഈസി ആയിട്ട് ഇടത്തെ കാലിലൊരു മസാജ് കൊടുത്തു കണ്ടോ. അതിങ്ങനെ പതുക്കെ പ്രസ് ചെയ്തു റിലീസ് കൊടുത്തു. വീണ്ടും ആ ഫീറ്റും ചേർത്ത് വെച്ചു. അവിടെ നമ്മൾ എന്ത് കൈ സപ്പോർട്ട് ഇടുപ്പിന് കൊടുത്തിട്ട് തല ഉയർത്തി നല്ല സ്ട്രെച്ചിങ്. മാക്സിമം ഒരു 100 എണ്ണം ഇത് പിടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ കാലുകൾ സ്ട്രെച്ച് ചെയ്തു. പതുക്കെ ഒന്ന് റിലീസ് ചെയ്തു. ലിറ്റിൽ ഫോർവേഡ്. അമിതമായി തല താഴ്ത്തുവോ ഇടുപ്പിന് സ്ട്രെയിനോ കൊടുക്കാതെ കൈകൾ ആയാസം. ഇത് നിങ്ങൾ ഒരു 50 എണ്ണം വളരെ കൂളായിട്ട് 50 എണ്ണം പിടിക്കുക. ഇങ്ങനെ നോർമലി ഇങ്ങനെ 3, 4, 5 എണ്ണ ഈസി എണ്ണ. വളരെ സിമ്പിൾ ആയി ആ സ്ട്രെച്ചിങ് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഉയർത്തി കണ്ടോ. നമ്മളെ ഭ്രമരി ഭസ്ത്രിക പ്രാണായാമങ്ങൾ ഉൾപ്പെടുത്തിക്കണം. ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ ഉണ്ടോ. ബ്രീത്ത് എടുക്കുക. വളരെ സ്ലോയില് വേണം, സ്പീഡല്ല ഉണ്ടോ. ബ്രീത്ത് ഔട്ട്. സ്പീഡ് നല്ലോണം കുറയ്ക്കുക. മറ്റേ ചെസ്റ്റിനൊക്കെ സർജറി കാര്യമുള്ളവർ ഇത് ചെയ്യണം, ഒഴിവാക്കുക. ആ സ്ട്രെയിൻ എടുത്തുള്ള ഒന്നും പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ സുഖാസനത്തിലേക്ക് പതുക്കെ തയ്യാറെടുപ്പ് നടത്തുക. അവിടെയും കൈ ഉയർത്തിയുണ്ടോ. നല്ലൊരു ബ്രീത്ത് എടുത്ത് വിടുക. കണ്ടോ 2 or 3 പ്രാവശ്യം. ആ ബ്രീത്ത് എടുക്കുന്നത് എങ്ങനെയാ, ആദ്യം ഒന്ന് റിലാക്സ് കൊടുക്കുക. നല്ലോണം സ്റ്റൊമക് ജസ്റ്റിലേക്ക് ബലൂൺ. കൈകൾ കാതോടാണ് ചേർന്ന് തോള് ശരിക്കും അമർന്ന് നല്ല ഭംഗിയിൽ കൈകൾ അടുപ്പിച്ച് വയ്ക്കും. സ്ട്രെയിറ്റ് ആയി നിർത്തുക. എന്നിട്ട് പതുക്കെ ഒരേ ലൈനിൽ തന്നെ അങ്ങനെ എക്സേൽ കൊടുക്കാം. അതൊരു 4 or 5 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഇടത് കൈയും വലത് കൈയുടെ ആയാസം ലംബാർ ഈ ഭാഗങ്ങളിലേക്ക് ഈ സ്ട്രെച്ചിങ് പതുക്കെ സ്പീഡ് കുറച്ചിട്ട് വേണേ പതുക്കെ കൊണ്ടുവരിക. ഇവിടെ താഴേക്ക് പോകുമ്പോൾ ശ്വാസം അയക്കണം. ബ്രീത്ത് എടുത്തോളൂ കേട്ടോ. ഇവിടെ നമ്മൾ എക്സേലാണ്. ഇവിടെയും ആ ബ്രീത്ത് കംപ്ലീറ്റ് റിലീസ് കൊടുത്തു. ക്ലിയർ ആയോ? സംശയമൊന്നുമില്ലല്ലോ. അവിടെ നമ്മൾ നേരെ വന്ന ബോഡി ഒന്ന് നിവർന്ന് ഇടത് വശത്തേക്ക് പതുക്കെ നമ്മൾ ട്വിസ്റ്റിംഗ് കൊടുക്കുമ്പോ
ഈ നമ്മളെ ഇടത് കൈ റോൾ ഓൺ ലെഫ്റ്റ് ഷോൾഡർ, ഇടത് കൈ നട്ടലിന്റെ ഏത് ഭാഗത്തേക്കാ തിരിയുന്നത് ആ ഭാഗത്തേക്ക് കൈ പുറകിലേക്ക് കൊണ്ടുവരിക. നേരെ വന്ന് വീണ്ടും ബ്രീത്ത് എടുക്കാം. ആണോ? ആ ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ വലത് കൈ നമ്മൾ നേരെ വലതുവശം ഇടുപ്പിന്റെ ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കുകയും ഇടത് കൈ കൊണ്ട് മുട്ട് കണ്ടോ. ഇപ്പോൾ 90 ഡിഗ്രിയിൽ ട്വിസ്റ്റിംഗ് ആണ് കേട്ടോ. ആ ബ്രീത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ ട്വിസ്റ്റിംഗ് കൊടുത്തു. പിന്നെ പതുക്കെ ഒന്ന് ബോഡി ഒന്ന് റിലീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു കണ്ടോ, റിലാക്സ് കൊടുത്തു. അത് കഴിഞ്ഞ് ആ കാല് നീട്ടി വെച്ച് കാലുകൾ റിലീസ് ചെയ്തു, കാലുകൾ അടുപ്പിച്ച് ഇടുപ്പിന്റെ ഭാഗത്ത് കൈകൾ കോർത്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ചല്ല, ഇങ്ങനെ സ്ട്രെച്ചിങ് കൊടുക്കുക. എന്നിട്ട് നോർമലി പതുക്കെ വരിക, അധികം ഫോഴ്സ് കൊടുക്കരുത്. നമുക്ക് ഇത്ര വന്നാൽ ഇവിടെ റിലീസ് ചെയ്യാം. അപ്പൊ നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് അതിങ്ങനെ ക്യാച്ച് ചെയ്തു ബോഡി മുന്നോട്ട് കൊണ്ടുവന്നു, മുട്ട് വളയാതെ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം. നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് ഫാറ്റി ലിവറിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നുണ്ട് ഈ ആസനം. അപ്പൊ ഈ സപ്പോർട്ടിങ് ആസനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എങ്ങനെ കൈ വെച്ചു നിവർന്നു, പശ്ചിമോത്താനാസന ആ ഭംഗിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ, പതുക്കെ കൈകൾ താഴ്ത്തി കണ്ടോ, ഇങ്ങനെ ബ്രീത്ത് എടുത്തു, റിലാക്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൗണ്ടർ പോസ് ആണ്. അപ്പൊ ആദ്യം കൈക്ക് ഒരു സ്ട്രെങ്തൻ ചെയ്യുന്നു. കൈക്ക് കുഴപ്പമൊന്നുമില്ല ഓർക്കുക. റിസ്റ്റിന് ബുദ്ധിമുട്ടുള്ളവർ ഇത് കട്ട് ചെയ്യുക, ഒഴിവാക്കുക. കൈ പുറകിലേക്ക് വെച്ചു, പാദം മുന്നിലേക്ക് വെച്ചു കണ്ടോ. അത് ബോഡി എങ്ങനെ വരിക, അതിങ്ങനെ വന്നു പതുക്കെ പൊങ്ങി കണ്ടോ, അങ്ങനെ റിലീസ് ചെയ്തു. പിന്നെ നമ്മൾ ആ വലത്തെ കാല് മടക്കി പിടിച്ചു. അവിടുന്ന് തന്നെ ആ ഇടത് കൈ കൊണ്ട് നല്ലോണം ചേർത്ത് പിടിച്ചു, വലത് വശത്തേക്ക് ട്വിസ്റ്റിംഗ് കൊടുത്തു. ആ പാൻക്രിയാസിനൊക്കെ ഒരു മസാജ് ആയിട്ട് നമ്മളിത് കാണണം. നല്ല ഭംഗിയിൽ കേട്ടോ. കേട്ടോ, ഇരുവശങ്ങളിലേക്കും എക്സേൽ. മടക്കി പിടിക്കുമ്പോ വയറിന് ടച്ച് ആകുമ്പോ തന്നെ ബ്രീത്ത് ഔട്ട് ആവണം. റിലീസ് കൊടുത്തു. പിന്നെ ആണ് ഭദ്രാസനം എന്ന് പറഞ്ഞ ഈ ആസനം വളരെ പ്രധാനപ്പെട്ട ആസനം. നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ഇരുന്നു കൊണ്ട് മൂന്നാമത്തെ അതിങ്ങനെ നിന്നു, നിവർന്നു, പതുക്കെ റിലീസ്. ഇങ്ങനെ വരുന്നതല്ല, കൈ ലൂസാക്കി തോൾ ഭാഗം ഉണ്ടോ ആദ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം ശ്വാസം എടുക്കുക. പിന്നെ അങ്ങനെ പ്രാക്ടീസായി വരുന്നതനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, അവര് കൂളായിട്ട് ടച്ച് ചെയ്തോളും, ഒന്നും മടിക്കണ്ട, ഇങ്ങനെ കൊണ്ടുവരാം. അല്ലാതെ കഴുത്തിന് ഓവർ സ്ട്രെയിൻ, ലെങ്തനിങ് യുവർ സ്പൈൻ എന്നാ പറയുന്നത്. അതിന്റെ കഴുത്തിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കാലൊന്ന് റിലീസ് ചെയ്തു, കാല് നീട്ടി വെച്ച് വീണ്ടും ഒരു റിലാക്സ് കൊടുത്തു നോക്കും. വളരെ ഈസി സിലബസ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാല് മടക്കിയിട്ട് ക്യാച്ച് ചെയ്തു ഇങ്ങനെ ഒന്ന് സ്ട്രെച്ചിങ് കൊടുക്കാം. റിലീസ് ചെയ്തു, ഇവനെ മടക്കി ഹോൾഡ് ചെയ്തു, ഇങ്ങനെ സ്ട്രെച്ചിങ് കൊടുക്കാം, റിലീസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യാം കണ്ടോ, കാറ്റ് പോസ് തന്നെ വന്നിട്ട് ഇടത്തെ കാലൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, പുറകിലേക്ക് കൊണ്ടുപോവുക, വലത്തെ കാലൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തു. മുട്ട് വളയരുത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിരിക്കണം. റിലീസ് കൊടുക്കുക. തല താഴ്ത്തിപ്പോകും. നമ്മൾ നേരെ നോക്കിയതിനു ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യാം, സ്ട്രെയിറ്റ് ചെയ്ത്. വളരെ ഈസി അല്ലെ. ഇനി അവിടെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാം, നേരെ നമുക്ക് മഷിങ്ങനെ മാറ്റ് ലൈവ് ആയതിനെ കൊണ്ട് കട്ടിങ് ഒന്നുമില്ല, മാറ്റ് മാറ്റി നമുക്ക് അറിയാൻ സാധിക്കും. നേരെ ഇങ്ങനെ വന്നു മകരാസനം. അവിടെ ബോഡി ലൂസ് ചെയ്ത് ഇടുപ്പിന്റെ ഭാഗത്തിന് അയവ് കൊടുക്കുക, റിലാക്സ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ റിലാക്സ് എടുക്കുക. അതല്ലെങ്കിൽ നോർമലി നേരെ ഭുജംഗാസനത്തിലേക്ക് വീഴുക. ഇവിടെ ഭുജംഗാസനം നോക്കൂ, കൈ ചേർത്ത് വെച്ചു, കാലിന്റെ പാദം നോക്കൂ അടുപ്പിച്ച് വെച്ചു, ഇങ്ങനെയുള്ള ടോസ് നീർത്തി കരക്കെട്ട് വേണം. ഇത്ര മതി, സിമ്പിൾ. പതുക്കെ റിലീസ് ചെയ്തു, വീണ്ടും ഇടാം. ഉയരുമ്പോ ശ്വാസം എടുത്തു, എക്സേൽ, ബ്രീത്ത് എടുത്തു, എക്സേൽ. ഇത് നിങ്ങൾ 9 റൗണ്ട് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ താടി ടച്ച് ചെയ്ത് കൈ ഉള്ളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ കണ്ട ബ്രീത്ത് റിലീസ് ചെയ്തു, ഇവിടെ കണ്ട ബ്രീത്ത് റിലീസ് ചെയ്തു, ബ്രീതിങ് റിലീസ്. ഇത് കാല് മടക്കി പിടിച്ചോളൂ. ഇത് പ്രാക്ടീസ് അറിയാവുന്നവർക്ക് ഇതുണ്ടോ, വളരെ ഈസിയാണ്. പതുക്കെ റിലീസ് ചെയ്തു,
വീണ്ടും ബ്രീത്ത് എടുക്കൂ. വീണ്ടും ബ്രീത്ത് എടുക്കൂ. ആൻഡ് റിലീസ്. റിലാക്സ്. ധനുരാസനത്തിൽ നിന്ന് മാറി പതുക്കെ നമ്മൾ അവിടെ റെസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇതേ ഓരോ ആസനം കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ നിവർന്നിരുന്ന് പതിയെ സുഖാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ വളരെ ഫ്രീ ആയിട്ട് യാതൊരു മുറുക്കും ഇല്ലാതെ വളരെ ബോഡിക്കൊരു അയവ് വന്ന് റിലാക്സേഷൻ. അല്പസമയം കണ്ണുകളടച്ചു നമ്മുടെ സാധാരണ ശ്വാസോച്ഛ്വാസം ആസ്വദിക്കുക. ഇത് നിങ്ങൾ 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ഇത് മാക്സിമം ധ്യാനത്തിലേക്ക് സമയം ഉണ്ടെങ്കിൽ പോകാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാസികാമുദ്ര, നീളം കൂടിയ വിരലും ചൂണ്ടുവിരലും മടക്കി പിടിച്ചു, തള്ളവിരലും മോതിരവിരലും കണ്ടോ നിവർന്നിരുന്നു നേരെ കൊണ്ടുവന്നു. വലത് നോസിൽസ് അടച്ചു പിടിക്കും. ലെഫ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു, റൈറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ശരീരം നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടത് കൈ ചിന്മുദ്രയെ കൊണ്ടുവരിക. വലതുവശം അടച്ചു പിടിച്ചു. സാവകാശം ഇടതുവശത്ത് കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. Close the both nostril. Slowly right exhale. The right in. Close the both nostril. Slowly left exhale. Left inhale 1, 2, 3, 4 എന്ന നിലയിൽ 2 നോസിൽസും അടച്ചു പിടിച്ചു. മുഖം പ്രസന്നമായി ആ പ്രാണിക് എനർജിയുടെ ഫീൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ വലതുവശം 8 സെക്കൻഡ്. എക്സേൽ 1, 2, 3, 4, 5, 6, 7, 8. അതേ നോസിൽസ് കൂടെ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അടച്ചു പിടിച്ചു. പതുക്കെ ഇടതുവശം തുറന്നു വിടുന്നു. അങ്ങനെ നിങ്ങൾ 9 റൗണ്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി നിങ്ങൾ നോർമലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 6 റൗണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എക്സേലും റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എക്സേലും. പിന്നെ കണ്ണുകൾ അടച്ച് നിങ്ങൾ സാധാരണ നമ്മുടെ ശ്വാസത്തിനെ ആസ്വദിക്കുക. അത് കഴിഞ്ഞ് ആ കൈകൾ വീണ്ടും നല്ല റബ്ബിങ് കൊടുക്കുക. എല്ലാം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് പാമൊന്ന് ടച്ച് ചെയ്തു. വിഷ്വലൈസ് യുവർ പാം. വീണ്ടും നമ്മൾ കണ്ണുകൾ തുറന്ന് കൈനുള്ളിലേക്ക് നോക്കി നല്ലൊരു ഫീൽ കൊണ്ടുവന്നു. ഹെയർ മസാജിങ് കൊടുത്തു. ഹിയർ മസാജ്, നെറ്റിത്തട, തള്ളവിരൽ ഉപയോഗിച്ച് പരമാവധി നിങ്ങൾ നോർമലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 6 റൗണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എക്സേലും റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എക്സേലും. പിന്നെ കണ്ണുകൾ അടച്ച് നിങ്ങൾ സാധാരണ നമ്മുടെ ശ്വാസത്തിനെ ആസ്വദിക്കുക. അത് കഴിഞ്ഞ് ആ കൈകൾ വീണ്ടും നല്ല റബ്ബിങ് കൊടുക്കുക. എല്ലാം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് പാമൊന്ന് ടച്ച് ചെയ്തു. വിഷ്വലൈസ് യുവർ പാം. വീണ്ടും നമ്മൾ കണ്ണുകൾ തുറന്ന് കൈനുള്ളിലേക്ക് നോക്കി നല്ലൊരു ഫീൽ കൊണ്ടുവന്നു. ഹെയർ മസാജിങ് കൊടുത്തു. ഹിയർ മസാജ്, നെറ്റിത്തട, തള്ളവിരൽ ഉപയോഗിച്ച് ഹൈബ്രോ ഒന്ന് മസാജ് കൊടുത്തു. ഫേസ് ഒന്ന് മസാജ് കൊടുത്തു. ചിൻ, നെക്ക് ബോൺ, കൈ കോർത്ത് കണ്ടോ സ്ട്രെച്ച് ഔട്ട് ചെയ്തു. പതിയെ മുന്നിലേക്ക് വന്നു. സ്ലോലി. ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ ഇത്ര മതി കേട്ടോ. അല്ലാത്തവര് നേരെ വന്ന് ടച്ച് ചെയ്തു. കൈ മുകളിലേക്ക് ഉയർത്തി. റിലാക്സ്. പിന്നെ നമ്മളെ ഈ വീഡിയോ മാഷ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ്സിൽ വരുന്നവര് ക്ലാസ്സിൽ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് പതുക്കെ ആ കാലുകളൊക്കെ ഒന്ന് തട്ടി റിലീസ് ചെയ്തു ഒന്ന് ബോഡി റിലീസ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ നമ്മൾ വളരെ സാവകാശം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്താണ് നമ്മൾ കാലുകൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വിരൽ മടക്കി ഇങ്ങനെ വിട്ടു. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ടുള്ള നോർമൽ ഓൾ ബോഡി എക്സസൈസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൂസിങ് സിലബസ് യോഗ സ്ഥിരീകരണ വ്യായാമം എന്നതിന് പറയുന്നത് കണ്ടോ. കാല് മടക്കി വിട്ട് പിന്നെ ആ കാല് മടക്കി വിട്ട് പുറകിലേക്കും വന്ന് ഒരു സിമ്പിൾ മസാജ് ആണ്. പിന്നെ അവിടെ ഹീൽ വാക്ക് വന്ന് ടോസ് വാക്ക് വന്ന് എന്താ ടോസ് വാക്ക് വന്ന് നോർമലി ഒരു സിമ്പിൾ. അപ്പൊ കാലുകളിൽ ആയാസം, കൈകൾ ആയാസം വന്ന് പിന്നെ ആ കൈ ഉയർത്തി നല്ല ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ സ്ട്രെച്ച് ചെയ്യും. എങ്ങനെ ബ്രീത്തിങ് കൊടുത്ത് ബ്രീത്തിങ്
അത് നിങ്ങൾക്ക് ഒരു 25-30 നിങ്ങൾ ഇങ്ങനെ സെൽഫ് കൗണ്ട് ചെയ്യുക, മനസ്സിൽ കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോൾഡർ സ്റ്റാൻസിൽ വന്ന് ഈ ഹിപ്പ് ഇംഗ്ലീഷിൽ ഓ ലെറ്റർ മനസ്സിൽ കണ്ട് ഹിപ്പ് ട്വിസ്റ്റിംഗ് കൊടുക്കുക. കണ്ടോ, ആന്റി ക്ലോക്ക് വൈസ് ഹിപ്പ് ട്വിസ്റ്റിംഗ് കൊടുക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഇതായിട്ട് കൈകൾ വീണ്ടും ഒന്ന് റിസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഹിപ്പ് ക്യാച്ച് ചെയ്യുക. ഹിപ്പ് ക്യാച്ച് ചെയ്യുക, ബോഡി ഒന്ന് ഫ്രീ ആക്കി സിമ്പിൾ ആയിട്ട്. നോർമലി മതി. സ്ട്രെച്ച് ആൻഡ് ബാക്ക് ആൻഡ് റിലീസ്. അത് കഴിഞ്ഞ് നമ്മൾ കൈകൾ പുറത്ത് പിടിച്ച് നോക്കും, നല്ലോണം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് സ്ട്രെച്ച് 1 2 3 4 5. പിന്നെ കൂടുതലായിട്ട് നമുക്കിത് ഗഡിചക്രാസന നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറിയുന്നവർക്ക് കൂടുതൽ ചെയ്തുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ദിവസേന നമ്മൾ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള എന്താണ്, സൂര്യ നമസ്കാരം. മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്ന് ആദ്യം നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ബാക്കിലേക്ക് നിന്ന് ഒന്ന് പ്രയറിലേക്ക് വന്നു, നല്ല മനസ്സിൽ ആ ശാന്തത കൊണ്ടുവന്നു. നോർമൽ ബ്രീത്ത്, ശ്വാസം എടുത്ത് കൈയൊന്ന് ഉയർത്തി പതുക്കെ സ്ട്രെച്ചിങ് കൊടുക്കുമ്പോൾ കാലടുപ്പിച്ചു തലയുടെ നോക്കൂ, കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം ദീർഘമായി മുട്ട് വളയാതിരിക്കാൻ ശ്രമിക്കുക. കൈമുട്ട് വളയാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഹിപ്പ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് കഴിഞ്ഞു പതുക്കെ കൈ മുന്നിലേക്ക് കൊണ്ടുവരിക. ബാക്ക് പെയിൻ ഉള്ളവർ കാലിന് മടക്കിയാൽ ഒരു ദോഷവുമില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ കൈ മടക്കാതെ കൈ ടച്ച് ചെയ്യുക. എന്നിട്ട് ആ വലതുകാൽ പുറകിലേക്ക് കൊണ്ടുവന്നു, പാം ഫേസിംഗ് ഡൗണും തല ഉയർത്തുന്ന. അവിടുന്ന് പ്ലാങ്ക് പോസിൽ പോവുക. പതുക്കെ നീ ടച്ച് ചെയ്യുക. സ്ലോലി വേണ്ട, ചെസ്റ്റും ചിന്നും എന്താ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റി കൊണ്ടുവരിക. ബ്രീത്ത് എടുക്കുക. അവിടെ നേരെ വന്നു വി ഷേപ്പ് മൗണ്ടൻ പോസിലേക്ക് വരിക. അവിടുന്ന് നേരെ കാലെടുത്ത് മുന്നോട്ട് വെച്ചു. എക്സേൽ ബാക്ക് ആൻഡ് റിലീസ്. വീണ്ടും ബ്രീത്ത് ഇൻഹേൽ. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വരിക. അവിടെ ഇടതുകാൽ പുറകിലേക്കായിരിക്കും. തല ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ടോപ്പ് നിർത്തി പോയിന്റ് ഔട്ട് ചെയ്തു. പ്ലാങ്കിൽ വന്നു. ഇനി പതുക്കെ നീ ടച്ച് ചെയ്തു. എക്സേൽ, ചെസ്റ്റും ചിന്നും ടച്ച് ആവുമ്പോൾ എക്സേൽ കംപ്ലീറ്റ് ആവുകയും നെറ്റിൽ ടച്ച് ചെയ്തു. അപ്പർ പാർട്ട് ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കും. ശ്വാസം എടുത്തു പതുക്കെ റിലീസ് ചെയ്തു. വി ഷേപ്പ് പോകുമ്പോൾ എക്സേൽ, വീണ്ടും ശ്വാസം പുറത്ത് വിട്ടു. ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് ചെയ്തു. ശ്വാസം എടുത്തു. തല ഉയർത്തു. റൈറ്റ് എക്സേൽ കൊടുക്കൂ. ശ്വാസം വിട്ടുകൊണ്ട് ബോഡി റിലീസ് ചെയ്തു. കാലുകൾ ചേർത്ത് വെച്ചു. കൈകൾ സമമായി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി റിലാക്സ് ആൻഡ് റിലീസ്. ഇതാണ് നമ്മൾ സാധാരണ നിലയിൽ ഇതൊരു 3 റൗണ്ടോ 4 റൗണ്ടോ 5 റൗണ്ടോ 6 റൗണ്ടോ മാഷ് പറയുന്നത് വെച്ചാൽ മിനിമം 6 റൗണ്ട് ദിവസേന അത് പ്രാക്ടീസ് ചെയ്യും. കമ്പൽസറി മോർണിംഗ് ഒരു 3 റൗണ്ടെങ്കിലും ചെയ്തിട്ട് നമ്മളിതിനെ ഏറ്റവും ചുരുങ്ങിയ ലെവലിലേക്ക് 3 റൗണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് 10 15 20 മിനിറ്റിനുള്ളിൽ നോർമലി നിങ്ങൾക്ക് ഓൾ ബോഡി റിലീസിങ് സിലബസ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ്, സമയമുള്ളവർക്ക് 5 10 മിനിറ്റ് ശവാസനം വിശ്രമിക്കാം. അങ്ങനെ വളരെ ഭംഗിയായിട്ട് 2025 പതുക്കെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് കൊടുത്ത് മാസ്ക് ശാന്തി യോഗ പ്രേതന്മാർക്കും അതുപോലെ പരിശീലകർക്കും അതുപോലെ യോഗ പരിശീലിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവർക്ക് ഇതൊരു ഫലപ്രദമാവട്ടെ. ഇതുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല. യോഗ ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ടതാണ്. ഈ വീഡിയോ സമർപ്പിക്കുന്നത് ക്ലാസ്സിൽ വരുന്നവർക്കും ഓൺലൈനായി വിദൂരതയിലുള്ള ആളുകൾക്കും ഒരു ഫലപ്രദമായ ഒരു രീതിയിൽ പരിശീലിക്കാനുള്ള ഒരു കൈപിടിച്ച് നിങ്ങൾ ഇതിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ശാന്തിയുടെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നല്ല ആരോഗ്യം, സന്തോഷകരമായ ജീവിതം, നല്ല ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ബ്ലെസ്സിങ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമസ്തേ. താങ്ക് യു.